നടക്ക്. ഇരിക്കൂടെ. ഇവിടെ ഇരിക്കാനാ പറഞ്ഞത്. ചുമ്മാ എന്നെ കൊണ്ട് ശബ്ദം തിരിക്കരുത് കേട്ടോ. ദേ ഇവിടുന്ന് അനങ്ങി പോകരുത്. ഞാൻ പറഞ്ഞില്ല വേണ്ട. എന്ത് എന്ത് കിട്ടി? ഇവിടെ ഇരുന്നാ മതി നിങ്ങള്. എന്തെങ്കിലും നിങ്ങക്ക് പറയാനുണ്ടോ? ഒരു കുഴപ്പമില്ല. അവളെ നമ്മുടെ ജിൻസി ഹെൽപ്പ് ചെയ്തോളും. പിന്നെ അമൽ സാന്നിധ്യത്തിൽ ഞാൻ പറഞ്ഞോളാം. അങ്ങനെ മനസ്സിലായിക്കോളാം. അവളെ ആ ക്രിസ്റ്റീന പഠിച്ച കളിയാ. കുടിക്കുന്ന വെള്ളത്തിൽ ഒക്കെ വിശ്വസിക്കാൻ പറ്റത്തില്ല. അവളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. അവളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്കറിയാം. നീ ഇനി പറഞ്ഞാൽ എന്നിട്ടാണ് അവളുടെ അടുത്ത് മുട്ടി ഒരുമി നിൽക്കാനും കൊച്ചു കൊടയാൻ നിങ്ങൾ നിന്ന് കൊടുക്കുന്നത്. മുട്ടി ഒരുമാനൊന്നും പോയില്ല. പിന്നെ അവളെ ഏത് എക്സ്റ്റന്റ് വരെ പോകും, എന്തൊക്കെ പറയാം, ആരെ കുറിച്ച് പറയുമെന്നൊക്കെ എനിക്കറിയാം. നിന്നെ കുറിച്ച് പറഞ്ഞത് അവൾ എന്തൊക്കെ ആരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്? നിന്നെ കുറിച്ച് തന്നെ പറയുന്നത്. എന്നെ കുറിച്ച് അവൾ എന്താ പറഞ്ഞത്? നീ അതൊക്കെ പിന്നെ പറഞ്ഞത്. ജോലിയൊക്കെ പിന്നെ ചെയ്യും. അവൾ എന്നെ കുറിച്ച് എന്താ പറഞ്ഞ ആദ്യം പറ. എന്നിട്ട് പോയി വഴക്കുണ്ടാക്കാനല്ലേ? ഇല്ല പറ, കേക്കട്ടെ ആദ്യമേ. നീ അമൽ ബോസും കൂടെ പ്രേമത്തിലാണ്. ശരിക്കും ചെറുക്കാൻ ഞാൻ മണ്ട അടിച്ച പൊട്ടിക്കും. മിണ്ടാടോ. പിന്നെ അങ്ങനെ കുറെ പറഞ്ഞു. പിന്നെ നീ അവളെ അമലിന്റെ കാല് പിടിച്ച് എന്നെ കെട്ടുമെന്ന് ചോദിച്ചോണ്ടാണ് അവൻ സമ്മതിച്ചത്. കല്യാണം എന്റെ ടോമി എനിക്കൊരു സമാധാനം കിട്ടുന്നത് എന്റെ കൈയും കണ്ണും കറക്കുന്നത് പേടിച്ചിട്ടാണ്. അവക്കിട്ട് കൊടുക്കാഞ്ഞിട്ട് എനിക്ക് ഒരു സമാധാനം ഇല്ല ടോമേ. കൊടുക്കുമെന്ന് ഉറപ്പാണെങ്കിൽ വിടണ പോയി കൊടുക്കട്ടെ. കൊക്കണില്ലേ തീരെ? അവളുടെ ഉദ്ദേശം എന്നെ മാക്സിമം നാണം കെടുത്തണം. നമ്മൾ തമ്മിൽ അടി ഉണ്ടാക്കിച്ച് പിരിപ്പിക്കണം. അവൾ വിചാരിച്ച നമ്മൾ അടി കൂടും. അത് ശരി തന്നെ. നിങ്ങൾ അല്ലെങ്കിൽ തന്നെ തമ്മിൽ തല്ലില്ലേ. പിന്നെ അവള് ഇവളെ എന്ത് ചെയ്യണോന്ന് എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ലല്ലോ. നീ ഒന്ന് സമാധാനപ്പെട്. നമുക്ക് എല്ലാത്തിനും വഴി ഉണ്ടാക്കാം. നോക്കാലോ, എഴുതി പോ. നീ പോ. ഞാൻ അല്ലെങ്കിൽ പോകാൻ പോയെന്ന് ജ്യൂസ് കുടിക്കാൻ പറഞ്ഞാണ്. അണ്ണ ഒരു ജ്യൂസ് കുടിക്കാൻ എങ്ങോട്ടും വരത്തില്ല. ജ്യൂസ് കുടി. അല്ലടി, ജ്യൂസ് കുടിച്ചിട്ട് വരെ ഇല്ല, എങ്ങോട്ടും പോകുന്നില്ല. എന്നാ ജ്യൂസ് കുടിക്കണ്ട, അവിടെ പോയി ഇരിക്കട്ടെ. പോയി ഇരുന്നോ. ഫയൽ ഇത് ആരാ തള്ളിത്തറയിട്ടത്? പിന്നെ നീ നോക്കണ്ട, അവരുണ്ട് മുങ്ങി. അങ്ങാരുടെ ജ്യൂസ് കുടി നിർത്തി കൊടുക്കാം. അങ്ങാരുടെ ജ്യൂസ് കുടിയും അവരുടെ അഹങ്കാരം ഒക്കെ. ഇതെല്ലാം കൂടെ കേട്ടിട്ട് നിനക്ക് എന്തോ തോന്നുന്നു? ആ ക്രിസ്റ്റിനെ നിങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ നല്ല കളി കളിക്കുന്നുണ്ട്. ശരിയാണ്ട, അല്ലെങ്കിൽ ഇതൊന്നും പറയേണ്ട കാര്യമില്ലല്ലേ? അതെ, അവക്ക് അതുപോലെ നമ്മളെ കാര്യത്തിൽ നല്ല സംശയം ഉണ്ടോ? അവള് നിങ്ങളെ തമ്മിൽ തെറ്റിച്ചു കഴിഞ്ഞാൽ അവക്ക് അഡ്വാൻറ്റേജ് അല്ലേണ്. അതുപോലെ ഇവളും അമൽ ബോസ് കിട്ട് വല്ല ഹിഡൻ അജണ്ട ഉണ്ടോന്ന് എനിക്ക് സംശയം ഉണ്ടോ? അവര് തമ്മിൽ റിലേഷൻഷിപ്പിലാണ്. റിലേഷൻഷിപ്പിൽ നിന്നല്ല, അവർ തമ്മിൽ എന്തൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. റിലേഷൻഷിപ്പ് ആണെങ്കിൽ എനിക്ക് സന്തോഷമില്ല, റിലേഷനിൽ എന്തെല്ലാം ആയിപ്പോട്ടെ. ഇതല്ല, ഇത് വേറെ എന്തോ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്. കാരണം എന്നെ വിളിച്ച് ഒരു റൗണ്ട് ഫയർ ചെയ്തിട്ടാണ് ഈ ലാസ്റ്റ് ഈ പ്രോജക്റ്റിന്റെ കാര്യം സംസാരിച്ചത്. എന്നിട്ട് ഇത്രയും വലിയ പ്രോജക്റ്റ് റിജക്റ്റ് ആയി വന്നിട്ടും ഇയാളെ ഒന്നും പറയാനില്ല. ഇവിടെ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലോ? ഞാനും ശ്രദ്ധിച്ചത് വേറെ ആരാണെങ്കിൽ അത് ഏറെ കയറ്റും. പക്ഷേ ഇത് വളരെ കൂളായിട്ട് പോട്ട് ഞാൻ 3 ദിവസം എക്സ്റ്റൻഷൻ എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് മറ്റേ അവിടെ വെച്ച് കുറച്ച് ഉറഞ്ഞ അല്ലാതെ വിളിച്ച് ഒറ്റയ്ക്ക് കിടത്തി ദേഷ്യപ്പെടുക ഒരു ഫയറിങ് ഒന്നും നടന്നിട്ടില്ല അവിടെ. ഞാനും ശ്രദ്ധിച്ചത്. അല്ലെങ്കിൽ അങ്ങനെ കല്യാണ കാര്യമൊക്കെ ഇവിടെ അറിയണ എങ്ങനെയാണ്? അങ്ങനെ പറയാതെ ഇത് അവൾ അറിയില്ലല്ലോ. അതല്ലേ കാര്യങ്ങളൊക്കെ നമ്മൾ കൈവിട്ട് പോവുന്നു. ഏതായാലും പോകുന്ന ഏതായാലും നോക്കണം. എന്നിട്ട് നമുക്കൊരു ആക്ഷൻ എടുക്കാം.